السلام عليكم ورحمة الله. كيف حالكم وش أخباركم وعساكم طيبين. مرحبا بكم إلى دار العربية. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ആ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയച്ചു ഒരു കാര്യം അയക്കുക, പ്രത്യേകിച്ച് എന്തെങ്കിലും ഡോക്യുമെൻ്റ് അയക്കുക. ഇതാണ് ഇവിടെ അയച്ചു എന്നുള്ളതിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അയച്ചു എന്നുള്ളതിന് നമ്മൾ കേട്ട് ശീലിച്ചതും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ തെറ്റായ ഒരു പ്രയോഗം അതെന്താണ്? എല്ലാത്തിനും, അതായത് അയച്ചു എന്നുള്ളതിനും അയക്കുന്നു എന്നുള്ളതിനും അല്ലെങ്കിൽ അയക്കും എന്നുള്ളതിനും എല്ലാം നമ്മൾ പറയാം അന അർസൽ, അന അർസൽ, അന അർസൽ അൻത, അന അർസൽ അംസ്, അന അർസൽ ബുക്ര എന്നൊക്കെയാണ് നമ്മൾ പറയാം. ഓക്കെ, അതിൽ അന ബുക്ര ഇത് രണ്ടും ശരിയാണ്. നമുക്ക് മാറ്റേണ്ടത് ഏതാണ്? ആ നടുക്കുള്ള അർസൽ എന്നുള്ള അല്ലെങ്കിൽ ഇർസൽ എന്നുള്ള ഒരു വാക്കാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ അതിന് ശരിയായ പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. കമോൺ. അയച്ചു എന്ന് പറയുമ്പോൾ അയക്കുന്നത് ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഞാനാകാം, നീയാകാം, ഞങ്ങളാകാം, അവളാകാം, അല്ലെ, അവനാകാം, ഇതൊക്കെ ആകാം. അപ്പോൾ ആ ഒരു വ്യത്യസ്ത കോണ്ടെക്സ്റ്റുകളിൽ വ്യത്യസ്ത രൂപത്തിലാണ് വാക്കുകൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അയച്ചു എന്നുള്ളതിനും ഇനി അയക്കും എന്നുള്ളതിനും ഇത് രണ്ടാണ് കൂടുതൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ രണ്ട് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യം അയച്ചു എന്നുള്ളതിന് നോക്കാം, അതിനുശേഷം അയക്കും എന്നുള്ളതിന്റെ വാക്കും ഇതേ ഒരു ടൈമിൽ തന്നെ നമുക്ക് നോക്കാം. അപ്പൊ അയച്ചു എന്നുള്ളതിന് അർസൽ എന്നാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുക. അർസല എന്നാണ് ശരിയായ പ്രയോഗം. പക്ഷേ നമ്മൾ സംസാരത്തിലേക്ക് വരുമ്പോൾ അർസല എന്നുള്ളതിൽ ല എന്ത് ചെയ്യും? അത് ഇൽ എന്നൊരു ഫോമിലേക്ക് മാറും. അർസൽ എന്ന് പറഞ്ഞാൽ അയച്ചു, അതായത് അവൻ അയച്ചു, അല്ലെങ്കിൽ ഇന്ന ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഇന്ന ആ ഒരു ആള് അയച്ചു. ഇപ്പോൾ അലി അർസൽ എന്ന് പറയാം. അലി അർസൽ, അലി അയച്ചു എന്ന് പറയാൻ അലി അർസൽ, അൽ ജാബിർ അർസൽ എന്നുള്ളതിനാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി പേര് പറഞ്ഞില്ല, പേര് പറയാതെ ആ ഒരു നമ്മുടെ സംഭാഷണത്തിനിടയ്ക്ക് പറയണം അർസൽ എന്ന് പറഞ്ഞാൽ ആരെ കുറിച്ചാണോ പറയുന്നത് അവൻ അയച്ചു എന്നുള്ളൊരു അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അർസൽ എന്ന് മാത്രം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അർസൽ എന്നാണ് ഉപയോഗിക്കുന്ന ഒരു വാക്ക്, അർസൽ. ശരി, ഇനി അവൻ അയക്കും എന്നുള്ളത്, ഇപ്പോൾ അലി അയച്ചു എന്ന് പറയുമ്പോൾ അലി അർസൽ എന്ന് പറയാം. ഓക്കെ, ഇനി അലി അയക്കും എന്നെങ്ങനെ പറയാം? അലി അയക്കും എന്നുള്ളതിന് ബി അർസൽ എന്നാണ് അയക്കും എന്നുള്ളതിന് പറയാം. ഓക്കെ, അതായത് അവൻ എന്നുള്ളൊരു സർവനാമം അവിടെ ചേരുമ്പോൾ അവൻ അയക്കും എന്നുള്ള അർത്ഥത്തിന് ബി അർസൽ എന്നാ പറയാം. അപ്പൊ അലി ബി അർസൽ, അലി അയക്കും എന്നുള്ളതാണ്. ഓക്കെ, ബി അർസൽ, അലി ബി അർസൽ, അല്ലെങ്കിൽ അയക്കാം എന്നുള്ളതിനും ആ രൂപത്തിൽ ബി അർസൽ എന്ന് തന്നെ പറയാം. ഓക്കെ, നാളെ അയക്കാം. ഓക്കെ, അല്ലെങ്കിൽ അലി നാളെ അയക്കും. എങ്ങനെ? അലി ബി അർസൽ ബുക്ര, അലി നാളെ എന്ത് ചെയ്യും? അയക്കും എന്നുള്ളത്. ഇപ്പൊ അയക്കാം എന്നുള്ളൊരു മീനിങ് വരുമ്പോൾ ഞാൻ അയക്കാം എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ ഞങ്ങൾ അയക്കാം എന്നാണ് നമ്മൾ പറയാം. അല്ലെ, നാളെ നമ്മൾ അയക്കാം, അല്ലെങ്കിൽ നാളെ ഞാൻ അയക്കാം എന്ന് പറയുമ്പോഴാണ് അയക്കാം എന്നുള്ളൊരു മീനിങ്ങിലേക്ക് വരിക. അപ്പൊ അയക്കും എന്നുള്ളതിനും ബി അർസൽ, അയക്കാം എന്നുള്ളതിനും ബി അർസൽ. അപ്പൊ അലി അയക്കും എന്നുള്ളതിന് അലി ബി അർസൽ ബുക്ര, അലി നാളെ അയക്കും എന്നുള്ളതിനാണ്. അപ്പൊ അയച്ചു എന്നുള്ളതിന് അർസൽ, അയക്കും എന്നുള്ളതിന് ബി അർസൽ. ഓക്കെ, ഇനി അതിന്റെ നെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആണ് മാത്രമല്ല പെണ്ണും ഉണ്ടാവും, ഓഫീസുകളിലൊക്കെ പെണ്ണുണ്ടാവും. ഓക്കെ, അപ്പോ ആ പെണ്ണിനെ സൂചിച്ച് പറയാണ് അവൾ അയച്ചു. ഓക്കെ, ഇന്ന ഫയൽ അവൾ ഇന്നലെ തന്നെ അയച്ചു എന്ന് പറയണമല്ലോ. ഓക്കെ, ഇപ്പൊ ആയിഷ ഇന്നലെ ആ ഫയൽ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആയിഷ അർസലത്ത് അൽ മിലഫ്, അല്ലെങ്കിൽ ആയിഷ അർസലത്തുൽ വറക അംസ്, ഇന്നലെ എന്ത് ചെയ്തു? ആ പേപ്പർ അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഫയൽ അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആയിഷ അർസലത്ത് റിസാല, റിസാല എന്ന് പറഞ്ഞ മെസ്സേജ്. അപ്പൊ ആയിഷ അർസലത്ത് റിസാല അംസ്, ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ട്? ആയിഷ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പാസ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അയച്ചു എന്നുള്ളതിന് ഒരു സ്ത്രീയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അർസലത്ത് എന്നാണ് അവിടെ ഉപയോഗിക്കുക. ഇനി ആ സ്ത്രീ എന്നുള്ളത് ഇനി അയക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആയിഷ നാളെ അയക്കും, ആയിഷ ബിതർസൽ എന്നാ പറയാ. ആയിഷ ബിതർസൽ റിസാല ബുക്ര, ആയിഷ എന്ത് ചെയ്യും? നാളെ എന്ത് ചെയ്യും? മെസ്സേജ് അയക്കും. അപ്പൊ ബി തർസൽ എന്നാണ് പറയാ, ബി തർസൽ. ഓക്കെ, ബി തർസൽ. അപ്പൊ ആയിഷ ബി തർസൽ. ഓക്കെ, അപ്പോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവൻ അയച്ചു എന്നുള്ളതിന് അർസൽ എന്ന് പറയും, അവൻ അയക്കും എന്നുള്ളതിന് ബി അർസൽ എന്ന് പറയും. ഇനി അവൾ അയച്ചു എന്നുള്ളതിനാണെന്നുണ്ടെങ്കിൽ അർസലത്ത് എന്ന് പറയും. ഇനി അവൾ അയക്കും എന്നുള്ളതിനാണെങ്കിൽ ബിതർസൽ എന്ത് ചെയ്യും എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് നമുക്കറിയേണ്ടത് അൻത വരണം, അതായത് നീ എന്നുള്ളതാണ്. നീ എന്ന് പറയുമ്പോൾ അതിൽ ആണും പെണ്ണും ഉണ്ട്, അല്ലെ, ആണും പെണ്ണും ഉണ്ട്. അപ്പൊ ആണിനും പെണ്ണിനും നമുക്ക് എന്ത് ഇതിൽ കോമൺ ആയിട്ട് ഒരു വാക്ക് ഉപയോഗിക്കാം, അർസൽത്ത് എന്നുള്ളൊരു വാക്ക്, അല്ലെ, അർസൽത്ത് എന്നുള്ളൊരു വാക്ക് എടുക്കാം.
അർസൽത്ത് എന്ന് പറഞ്ഞാൽ നീ അയച്ചു എന്നുള്ളതാണ്. ഓക്കെ, അർസൽത്ത എന്ന് പറഞ്ഞാൽ നീ ഒരു അയച്ചു എന്നാ പറയാ. ഓക്കെ, അർസൽത്തി എന്ന് പറഞ്ഞാൽ പെണ്ണിനെ ഉദ്ദേശിച്ചാ പറയാ നീ അയച്ചു എന്നുള്ളത്. ഓക്കെ, ഇനി ഞാൻ അയച്ചു എന്നുള്ളത് കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. കാരണം ഞാൻ അയച്ചു എന്ന് പറയുമ്പോൾ അർസൽത്തു എന്നാ പറയാം. ഓക്കെ, അപ്പൊ ത തി തു ഇതിന്റെ മൂന്നിനെയും കൂടിയിട്ട് എന്ത് ചെയ്യും, അർസൽത്ത് എന്ന ഒറ്റ വാക്കിൽ നമുക്ക് ഒതുക്കാം. അപ്പൊ അർസൽത്ത് എന്നൊരു വാക്ക് എടുത്താൽ അതിന് മുമ്പ് അവിടെ ആരാണോ ഉദ്ദേശിച്ചത്, എന്നെയാണോ ഉദ്ദേശിച്ചതെങ്കിൽ അന ചേർത്ത് കൊടുത്താൽ മതി. അൻത, അതായത് ഒരു ആണിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആ ഒരു വാക്ക്, അതിനുള്ള വാക്ക് തുടക്കത്തിൽ ഉപയോഗിക്കുക. നീ എന്നുള്ള ഒരു പെണ്ണിനെ ഉദ്ദേശിച്ചാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വാക്കും ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ, നീ എന്നുള്ളതിന്റെ വാക്ക് നമുക്കറിയാം അല്ലെ. ഞാൻ എന്ന് പറയുമ്പോൾ അന എന്നാണ് ആ ഒരു വാക്ക്, അന. ഓക്കെ, ഇനി നീ ഒരു പുരുഷൻ എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ, ഇൻത. ശരിക്കും അൻത എന്നാണ്, സ്പോക്കണിലേക്ക് വരുമ്പോൾ ഇൻത എന്നാണ് ഉപയോഗിക്കുക. അതേപോലെ നീ ഒരു പെണ്ണിന് ഉദ്ദേശമാണെങ്കിൽ ഇൻതി എന്ന് പറയാം, ഇൻതി. അപ്പോ ഇൻത അർസൽത്ത് എന്ന് പറഞ്ഞാൽ നീ ഒരു ആണിന് ഉദ്ദേശിച്ച പറഞ്ഞ അയച്ചു. ഓക്കെ, ഇൻതി അർസൽത്ത് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് ഉദ്ദേശമാണ് പറഞ്ഞത് നീ അയച്ചു എന്നുള്ളതിന്. അന അർസൽത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചു എന്നർത്ഥം. ഓക്കെ, ഇതിൽ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് പോലെ ഒരു നമുക്ക് ഇന്ന സംഗതി ഞാൻ അയച്ചു എന്ന് പറയുമ്പോൾ അന അർസൽത്ത് എന്ന് നമ്മൾ ഞാൻ അയച്ചു എന്ന് പറയാറുണ്ട്. എന്നാൽ നീ അയച്ചു എന്നല്ല എന്ന് പലപ്പോഴും പറയാറില്ല. നീ അയച്ചില്ലേ, ഒരു ചോദ്യത്തിന് വേണ്ടി ചോദിക്കുക, നീ അയച്ചില്ലേ എന്ന രൂപത്തിലാണ് ചോദിക്കുക. എന്താ പറയുക, അർസൽത റിസാല അംസ്, നീ ഇന്നലെ മെസ്സേജ് അയച്ചോ എന്ന് ഒരു ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ശരിക്കും ഇൻതിയൊക്കെ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഓഫീസിൽ ഒരു ലേഡി സ്റ്റാഫിനോട് ചോദിക്കുകയാണ് ഇൻതി അർസൽത റിസാല അംസ്, നീ ഇന്നലെ ആ ഒരു മെസ്സേജ് ഇന്നലെ അയച്ചോ, അല്ലെങ്കിൽ ഇൻതി അർസൽത മിലഫ് അംസ്, ഇന്നലെ ആ ഒരു ഫയൽ അയച്ചോ എന്നൊക്കെ ചോദിക്കുക. അപ്പൊ ആ ചോദിക്കുമ്പോഴാണ് ശരിക്കും ഇത് കൂടുതലായിട്ട് ഉപയോഗം വരിക. നേരെ മറിച്ച് അന നമുക്ക് ആവശ്യം വരാൻ അർസൽത്ത്, ഞാൻ ഇന്നലെ അല്ലെങ്കിൽ ക്യാഷ് അയച്ചു എന്ന് പറയാൻ അന അർസൽത ഫുലൂസ് അംസ്, ഞാൻ ഇന്നലെ ക്യാഷ് അയച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അന അർസൽത റിസാല അംസ്, ഞാൻ ആ മെസ്സേജ് ഇന്നലെ അയച്ചിട്ടുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യാം, പറയാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബി തർസൽ എന്നുള്ള നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് അവൾ അയക്കും എന്നുള്ളത്. ഓക്കെ, അപ്പൊ അവൾ അയക്കും എന്ന് ഉപയോഗിക്കുന്നത് ബി തർസൽ എന്നുള്ളത് നീ എന്ന സർവനാമത്തിൽ എന്ത് ചെയ്യും, ആ പ്രോനൗണും ബി തർസൽ എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ അതിന് എന്താണ്, അതിന് തുടക്കത്തിൽ എന്താണ്, ആ ഒരു പേരാണെങ്കിൽ പേര്. ഓക്കെ, പേരാണെങ്കിൽ ആ പേര് അവിടെ പറഞ്ഞാൽ അവിടെ ഒന്നുകൂടി ക്ലിയർ ആയി. ഓക്കെ, അപ്പോൾ നീ നാളെ അയക്കുമോ, അവിടെയും ഈ നീ ഉപയോഗിക്കുമ്പോൾ ഒരു ചോദ്യ രൂപത്തിലേക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഈ അയക്കും എന്നുള്ളൊരു വേർഡ് അവിടെ ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പോൾ അവൾ അയക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഓഫീസിൽ ഒരു ലേഡി സ്റ്റാഫ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അലീഷ ഏൽപ്പിച്ചിട്ടുണ്ട്, അവിടെ ആയിഷ നാളെ അയക്കും എന്നൊക്കെ പറയും. പക്ഷെ നീ അയക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ പറയില്ല, മറിച്ച് ഒരു ചോദ്യ രൂപത്തിലായിരിക്കും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക. നീ അയക്കുമോ? ഓക്കെ, ഇൻത ബിതർസൽ റിസാല ബുക്ര, നാളെ നീ ആ മെസ്സേജ് അയക്കുമോ? ഇൻത ബിതർസൽ റിസാല ബുക്ര, നാളെ നീ ആ മെസ്സേജ് അയക്കുമോ എന്ന് ചോദിക്കാനായിരിക്കും കൂടുതൽ പിന്നെ ഇൻതയുടെ കൂടെ എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കുക, ബിതർസൽ എന്നുള്ളത് ഉപയോഗിക്കാം. ഇനി ഒരു പെണ്ണിനോടാണ് ചോദിക്കുന്നത് നീ നാളെ അയക്കുമോ എന്നുള്ളതിന് ചോദിക്കാൻ ബി തർസലീൻ എന്നാണ് പറയാ, ബി തർസലീൻ. ഓക്കെ, ബി തർസൽ അത് അറബിയുടെ ഒരു പ്രത്യേകതയാണ്. അതായത് സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും വ്യത്യസ്ത തരത്തിൽ വെർബുകൾ, ക്രിയകൾ ഉപയോഗിക്കാന്നുള്ളത്. ഓക്കെ, അപ്പൊ ഹിയ, ഇൻത ഇതിന്റെ രണ്ടിലും ബി തർസൽ എന്നുള്ളൊരു വാക്കാണ് ഫ്യൂച്ചർ ടെൻസിലേക്ക് ഉപയോഗിക്കുക, അയക്കും എന്ന് പറയാനായിട്ട്. ഓക്കെ, ഇനി ആ ഒരു നീ എന്നുള്ളത് ഒരു സ്ത്രീലിംഗമാണ് ഉദ്ദേശിക്കുന്നത്, ബി തർസലീൻ എന്നാണ് ആ വാക്ക് ഉപയോഗിക്കുക, ബി തർസലീൻ. ഇൻത ബി തർസലീൻ റിസാല ബുക്ര, ഇൻത ബി തർസലീൻ റിസാല ബുക്ര, നാളെ ആ മെസ്സേജ് നീ അയക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ബി തർസലീൻ എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി അനയാണ് അടുത്തത്. അന അർസൽത്ത് പറഞ്ഞു, ഞാൻ അയച്ചു എന്നുള്ളതിന് അന അർസൽത്ത്. ഓക്കെ, ഇനി ഞാൻ അയക്കും എന്നുള്ളതിന് ബർസൽ എന്നാണ് പറയാം. ബർസൽ, ഞാൻ നാളെ മെസ്സേജ് അയക്കാം എന്ന് എങ്ങനെ പറയും? ഓക്കെ, ഒന്നിൽ ബർസൽ എന്ന് പറഞ്ഞാൽ മതി. ബർസല്ലക് റിസാല, ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം. ബർസല്ലക് റിസാല ബുക്ര, ഞാൻ നാളെ എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ബർസല്ലക് അൽ മിലഫ് ബുക്ര, നാളെ ഫയൽ ഞാൻ നിനക്ക് അയച്ചു തരാം എന്ന് പറയാം. ഓക്കെ, അന മുമ്പിൽ എന്ത് ചെയ്യണ്ട, ചേർക്കാമെന്നില്ല, അങ്ങനെ ചേർത്ത് കാണുന്നില്ല. ബർസൽ എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്ക് ഞാൻ എന്നുള്ളൊരു ധ്വനിയാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ബർസൽ വളരെ എളുപ്പമാണ്. ബർസൽ എന്ന് പറഞ്ഞാൽ ഞാൻ അയക്കാമെന്നാണ്. ബർസല്ലക്ക്, ഞാൻ നിനക്ക് അയച്ചു തരാം. അല്ലെങ്കിൽ ബർസല്ലു, ബർസല്ലഹു എന്ന് പറയാം, അല്ലെങ്കിൽ ബർസലു എന്ന് പറയാം.
അവന്, ബർസലു എന്ന് പറഞ്ഞാൽ ഞാൻ അവന് അയച്ചു കൊടുക്കാം എന്ന രൂപത്തിൽ പറയാം. ഓക്കെ, അതൊക്കെ നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം ആ ക്രിയകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ബർസൽ എന്ന് പറഞ്ഞാൽ ഞാൻ അയക്കും എന്നായി. ഇനി ഞങ്ങൾ അയച്ചു എന്നുള്ളതിന് അർസൽന എന്നാണ് പറയാം. അർസൽന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അയച്ചു. വളരെ സിമ്പിൾ അല്ലേ? അർസൽന ഞങ്ങൾ അയച്ചു. അർസൽന റിസാല അംസ്, പിന്നെ മെസ്സേജ് ഞങ്ങൾ ഇന്നലെ അയച്ചിട്ടുണ്ട്. അർസൽന ഞങ്ങൾ അയച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ അയക്കും എന്നുള്ള എങ്ങനെ പറയും? ബിനർസൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അയക്കും എന്നാണ്. ബിനർസല്ലക് അൽ ഹദിയ ബുക്ര, നാളെ നിനക്ക് ആ ഗിഫ്റ്റ് ഞങ്ങൾ നാളെ നിനക്ക് അയച്ചു തരാം. ഓക്കെ, ഹദിയ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് എന്നർത്ഥം. അപ്പോൾ ബിനർസല്ലക് അൽ ഹദിയ ബുക്ര, ആ ഗിഫ്റ്റ് എന്ത് ചെയ്യാം? നിനക്ക് നാളെ ഞങ്ങൾ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ബിനർസൽ എന്നാണ് ഞങ്ങൾ അയക്കാം അല്ലെങ്കിൽ ഞങ്ങൾ അയക്കും എന്നൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് അയച്ചു എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട വാക്കുകൾ. ഇനി ഒരു വാക്കുകൂടി നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത്, അതായത് അയക്കൂ എന്ന് പറയണമല്ലോ. അപ്പൊ അയച്ചു അയക്കും, ഇനി അയക്കൂ എന്ന് പറയണം. അപ്പൊ ആ വാക്കുകൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇനി ആ വാക്കാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഇനി അയക്ക് എന്ന് പറയണം അല്ലെ? അയക്ക് എന്ന് പറയാൻ നമ്മൾ ആണ് പെണ്ണ് അങ്ങനെ രണ്ട് ജെൻഡർ നമ്മൾ തിരിക്കാന്നുണ്ടെങ്കിൽ ആണിനോട് എങ്ങനെ പറയും, പെണ്ണിനോട് എങ്ങനെ പറയും, രണ്ട് വാക്കുകൾ. അത് നമ്മൾ പ്രധാനമായിട്ട് ആ രണ്ട് വാക്കുകൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആദ്യം അയക്കൂ എന്ന് ഒരു ആണിനോട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇങ്ങനെ പറഞ്ഞാൽ മതി, അർസിൽ എന്ന് പറഞ്ഞാൽ മതി. അർസിൽ എന്ന് പറഞ്ഞാൽ അയക്കൂ എന്നാണ് അർത്ഥം. അതായത് ഒരാണിനോട് പറയുകയാണ് അർസിൽ. ഇനി ഒരു പെണ്ണിനോടാണ് പറയുന്നത് എങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? അർസിലി എന്നാണ് പറയാം. അർസിലി. ഓക്കെ, അർസിലി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനോടാണ് അയക്കൂ എന്ന് പറയാൻ. ഓക്കെ, അപ്പോൾ അർസില റിസാല അൽ ഹീൻ, ഇപ്പൊ തന്നെ ആ മെസ്സേജ് അയക്ക് എന്ന് പറയണം. അർസില റിസാല അൽ ഹീൻ ഒരാണിനോട് പറയാണ്. ഇനി പെണ്ണിനോട് പറയണത് എന്ത്? അർസിലി റിസാല അൽ ഹീൻ, ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? ആ മെസ്സേജ് അയക്ക് എന്ന് പറയാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അർസിൽ എന്ന് പറഞ്ഞാൽ അയക്കൂ എന്നാണ്. അർസിലി എന്ന് പറഞ്ഞാൽ അത് പെണ്ണിനോടാണ് പറയുന്നത് അയക്കൂ എന്നുള്ളത്. അപ്പോൾ ഇത്രയും ഇതും കൂടി ആയപ്പോൾ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അത്യാവശ്യം വളരെ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് ആവർത്തി നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ട് അതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക? നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. മഅസ്സലാമ.